ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ ബർത്ത്ഡേ ദിവസം എക്കോവഞ്ചർ വാട്ടർ പാർക്കിൽ ഞങ്ങളൊന്ന് പോയിരുന്നു. ബർത്ത്ഡേ ദിവസം പോകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ബർത്ത്ഡേ ആണോ ആൾക്കൊരു ഫ്രീ ടിക്കറ്റും കൂടെ പോകുന്ന ആൾക്കൊരു ഡിസ്കൗണ്ട് ടിക്കറ്റാണ് അവർ തരുന്നത്. സോ ആ ഓഫർ ഞങ്ങളും മിസ് ചെയ്തില്ല, ഞങ്ങളും പോയി. നമ്മുടെ കാർ പാർക്ക് ചെയ്ത് അവരുടെ ബസ്സിൽ കയറി അവിടെ എത്താൻ ഒരു 5 to 10 minutes വേണം. ഒട്ടും സമയം കളയാതെ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഒരു ലോക്കർ റെൻ്റ് ഔട്ട് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ അതിൽ വെച്ച് നേരെ വാട്ടർ പാർക്കിനുള്ളിലേക്കാണ് ഞങ്ങൾ പോയത്. നമ്മുടെ നാട്ടിലെ വണ്ടർലേ പോലെ ഒന്നുമല്ല, ഇവിടെ ആക്ച്വലി ഒരു ടവർ വൈസാണ് റൈഡ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഞങ്ങൾ പോയ ടൈമിൽ 2 ടവർ മാത്രമാണ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് ധാരാളമാണ്. ചില റൈഡ്സിൻ്റെ ലാസ്റ്റ് ടൈമിൽ അവരൊരു നൈസ് എക്കോരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു അതിൽ കൂടെ ഉള്ളൊരു യാത്രയൊക്കെ. ബഡ്ജറ്റ് സേവ് ചെയ്തുകൊണ്ട് സമ്മർ സീസണിലൊന്ന് ചില്ല് ചെയ്യാൻ ഈ ഒരു സ്പോട്ടും ഈ ഒരു ചാൻസും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. സോ നിങ്ങൾ UAയിലാണോ, ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയധികം കാണാനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ പാർട്ണറായിട്ടോ ഫ്രണ്ട്സായിട്ടോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആ ട്രിപ്പ് നിങ്ങൾ മെമ്മറബിൾ ആക്കാനും പറ്റും. ഓരോ റൈഡിൻ്റെ അവസാനവും നമ്മൾ എത്തുന്നതും ഒരു ലേക്കിലാണ്. സോ റൈഡ് ഫിനിഷ് ചെയ്ത് അടുത്ത റൈഡിലേക്ക് കയറാൻ പോകുന്ന ആ ഒരു ടൈം പോലും നമ്മൾ ചുമ്മാ വേസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ. സാവധാനം ഈ ലേക്കിൽ കൂടെ അടുത്ത് നമ്മൾ പോകേണ്ട ടവറിൻ്റെ സൈൻ ബോർഡൊക്കെ നോക്കി പതുക്കെ നമുക്ക് അടുത്ത ടവറിലേക്ക് എത്തിയാലും മതി. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാം അലോഡാണ്. ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻസും ഇവിടെ ഇല്ല. സേഫ് ഗാർഡ്സിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഹൈജീൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാം ടോപ്പ് നോച്ചാണ്. എല്ലാ ടവേഴ്സിനും ടോപ്പിലാണ് ഓഫ്കോഴ്സ് നമ്മുടെ റൈഡ്സിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത്. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നതും ഒരു രക്ഷയില്ലാത്തതായിരുന്നു. അത് തന്നെ കുറച്ച് നേരം നോക്കിയിരിക്കാനുള്ളതുണ്ട്. ഓരോ ടവറിലും ഓരോ കൈൻഡ്സ് ഓഫ് റൈഡ്സ് ആണ്, ഒരിക്കലും അവരത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാ റൈഡ്സിലും കയറണം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആവേശം നമുക്കുണ്ടാവും. ഒട്ടുമിക്ക എല്ലാ നാഷണാലിറ്റീസും നമ്മൾ അവിടെ കണ്ടിരുന്നു. നമ്മൾ പോയ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അവിടെ. പല റെക്കോർഡ്സും അച്ചീവ് ചെയ്തിട്ടുള്ള റൈഡ്സും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ റൈഡ്സിലൊക്കെ കയറുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും ആ ലെവൽ ഹൈ ആയിരുന്നു. പെട്ടെന്ന് തീർന്ന് താഴെ എത്തുന്ന ഒരു സങ്കടം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. റൈഡ്സിലൊക്കെ കയറി ക്ഷീണിക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റിംഗ് ഏരിയാസ് എല്ലാം അവിടെ സെറ്റാണ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഫണ്ടും തിമിർക്കലും കഴിഞ്ഞ് ഗുഡ് ബൈ പറയാനുള്ള ടൈമായി. ഒരു 360 ഓട്ടം ഒന്നും കൂടി നോക്കി ഞങ്ങൾ നേരെ ഡ്രസ്സിങ് റൂമിലേക്ക് തിരിച്ചു നടന്നു. ചെറിയൊരു ബാത്തും ഡ്രസ് ചേഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയായി. ഏകദേശം ആ ടൈമിൽ തന്നെ ഒരുപാട് ഫാമിലീസും ഇറങ്ങുന്നുണ്ടായിരുന്നു. അവസാനം ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ അതൊക്കെ എക്സിറ്റ് ഏരിയയിലേക്ക് തിരിച്ച് നടന്നു. പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കൈൻഡ് ഓഫ് സോവനിയർ, ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റെങ്കിലും വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പിലും പോകുന്ന വഴി കയറി. അടുത്ത തവണ വരുമ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ കയറണം, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, എന്തൊക്കെ ഷോപ്പ് ചെയ്യണം എന്നുള്ളൊരു ചെറിയ ലിസ്റ്റും നമ്മളവിടെ നിന്ന് എടുത്തിരുന്നു. ദെൻ അവരുടെ ബസ് ടു കാർ പാർക്കിംഗ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ട്രിപ്പ് ഡൺ.